ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ പേരുടെ സംശയമാണ് കുവൈറ്റ് MOHൽ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ പല വീഡിയോയുടെയും താഴെ ചോദിക്കാറുണ്ട് കുവൈറ്റ് MOHലേക്ക് വരാൻ ഏജ് എത്രയാണെന്നുള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഞാൻ കമൻറ്റായിട്ട് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുവൈറ്റ് MOHൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുവൈറ്റ് MOHൻ്റെ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാര്യം പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി ഒരു 1 മന്ത് കഴിയുമ്പോൾ ഈ നിയമങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞു പോലെ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് കുവൈറ്റ് MOHൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാമുള്ളൂ. അപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുവൈറ്റ് MOHൽ ഇത്രയും നാളും, അതായത് ഫീമെയിൽ നേഴ്സസിന് 35 ഇയേഴ്സും അതുപോലെ തന്നെ മെയിൽ നേഴ്സസിന് 40 ഇയേഴ്സുമാണ് അവരുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഏജ് ലിമിറ്റ്. പക്ഷേ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 40 എബോവ് ആയിട്ടുള്ള മെയിൽ നേഴ്സസിനും 35 എബോവ് ആയിട്ടുള്ള ഫീമെയിൽ നേഴ്സസിനും അവർ സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേങ്കിൽ അവർക്ക് ഇനഫായിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള ബയോഡാറ്റേഴ്സ് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കിട്ടാതെ വരികയോ ചെയ്തുകൊണ്ടായിരിക്കാം 40 എബോവ് ആയിട്ടുള്ള മെയിൽ നേഴ്സസിനെയും 35 എബോവ് ആയിട്ടുള്ള ഫീമെയിൽ നേഴ്സസിനെയും ഒരുപാട് പേരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോഴും അവർ വെച്ചിരിക്കുന്ന ഏജ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 35ഉം അതുപോലെ തന്നെ 40ആണ്. പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഒരു 50+ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യേണ്ട പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം കുവൈറ്റ് ഗവൺമെൻറ് അത്രയ്ക്കും ഏജ് ആയിട്ടുള്ള ആളുകളെ അവരെടുക്കുന്നില്ല. പക്ഷേ ഒരു 45-ന് താഴേക്കുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അവർക്കൊരു പ്രതീക്ഷ വയ്ക്കാം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വേക്കൻസീസ് അനുസരിച്ചാണ് കുവൈറ്റ് MOH എപ്പോഴും ക്യാൻഡിഡേറ്റ്സിൻ്റെ ഓരോ കാര്യങ്ങളും അവർ ഫ്ലെക്സിബിൾ ആക്കുന്നത്. അപ്പോൾ ഏജിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇത്ര നാളും കുവൈറ്റിൽ 2 ഇയേഴ്സ് മാത്രം മതിയായിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പോൾ അവർ 3 ഇയേഴ്സ് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും 2 ഇയേഴ്സ് ഉള്ളവരെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാപ്പ് ഒരു പ്രശ്നമാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ കുറേ വർഷത്തെ ഗ്യാപ്പൊക്കെ ഉള്ളവരെ അവർ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നോക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് അവരല്ലാതെ ഒരു 10 ഇയർ ഗ്യാപ്പും അല്ലെങ്കിൽ 13 ഇയേഴ്സ് ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ക്യാൻഡിഡേറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കുവൈറ്റ് MOH ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസ് പുതുതായിട്ട് പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ സ്റ്റാഫിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെയും ഇല്ലാതിരുന്നൊരു രീതിയിൽ നാട്ടിൽ നിന്ന് ലോക്കമായിട്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരുപാട് നഴ്സസിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സെലക്ഷൻ ആയിരിക്കും അവരെടുക്കുക എന്നുള്ളത്. അപ്പോൾ ചിലർക്ക് ഒരു ഇൻ്റർവ്യൂ, ചിലർക്ക് 2 ഇൻ്റർവ്യൂ, അങ്ങനെ പല രീതിയിലാണ് ഇൻ്റർവ്യൂസ് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്കൊരു ഉറപ്പായിട്ട് നിങ്ങൾക്ക് 41 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു മാക്സിമം ഒരു 45 ഇയേഴ്സൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവുമോ, ഇൻ്റർവ്യൂ കോൾ വരുമോ എന്നുള്ളത് അവർക്ക് അവരുടെ ക്യാൻഡിഡേറ്റ്സുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിനൊരു ക്ലാരിഫിക്കേഷനായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്ന് പോയ ആളുകൾ ചിലപ്പോൾ തിരിച്ചു വരാൻ ഒരാഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അത് UK പോയവരും ന്യൂസിലൻഡിൽ പോയവരൊക്കെ തിരിച്ച് കുവൈറ്റ് MOHലേക്ക് വരാനൊക്കെ ശ്രമം നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് 45 ഇയേഴ്സിന് താഴെയുള്ളവരാണ്. എന്ന് വെച്ചാൽ 45 ഇയേഴ്സിന് താഴെയുള്ള എല്ലാവരെയും അവർ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുന്നു. ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ ക്രൈറ്റീരിയാസ്. അപ്പോൾ അത് ഓരോ ഹോസ്പിറ്റലിലും അവരുടെ പൊസിഷൻ അനുസരിച്ചും അവരുടെ എന്തായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ് അതൊക്കെ അനുസരിച്ച് പല കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ തിരിച്ച് അങ്ങനത്തെ നഴ്സസിനെ എടുക്കാറുള്ളൂ. ചില ആളുകൾ ന്യൂസിലൻഡിൽ പോയി ജോലിയില്ലാതെ നാട്ടിൽ പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കും ഏജ് ഒത്തിരി ആയി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് കുവൈറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. അവരും ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം കാണിച്ച് വീണ്ടും ഇൻ്റർവ്യൂ അങ്ങനത്തെ പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും കുവൈറ്റ് MOHലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈറ്റിലേക്ക് ആരാണ് വരുന്നത്, കുവൈറ്റിലേക്ക് വരാൻ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുവൈറ്റിലേക്ക് വരാൻ താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക. നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക അല്ലെങ്കിൽ താല്പര്യമനുസരിച്ച് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.